ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നോമ്പ് തുറക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ വെച്ചിട്ട് നല്ല ഒരു അടിപൊളി 2 സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം കുനാഫ ചിക്കനാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 300 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിന്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുക്കുക. എല്ലില്ലാത്ത ചിക്കൻ വേണം ഈ സ്നാക്കിന് വേണ്ടിയിട്ട്. അതിങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് എക്സ്ട്രാ 1/4 ടീസ്പൂൺ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിന്. നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലെക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ അളവിൽ ഒറിഗാനോൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഒറിഗാനോൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. ഇതെല്ലാം കൂടി മിക്സാക്കിയ ശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുക. നമ്മൾ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ ഇപ്പോൾ കുനാഫ ഡോ എടുത്തിന്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്ത കുനാഫ ഡോ ആണ്. കുനാഫ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. ഞാൻ ഒന്ന് സ്പീഡിൽ ചുരുക്കി പറഞ്ഞുതരാം. ഇപ്പോൾ 1 കപ്പ് അളവിൽ മൈദ എടുക്കുമ്പോൾ നേരെ പകുതി അളവിൽ കോൺഫ്ലവർ എടുക്കുക. പിന്നെ മൈദ എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി വെച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് നമ്മൾ സാധാ ദോശക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് നീളത്തിൽ ഇതേപോലെ നൂൽപുട്ട് പോലെ ഒന്ന് ചുറ്റിച്ചിട്ടെടുത്താൽ മതി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുനാഫ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൊടുത്തിന്. അതിൽ ഞാൻ കുനാഫ ഡോ ചെയ്ത് കാണിച്ചിന്. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് കുനാഫ ഡോട്ടും ചില സൂപ്പർ മാർക്കറ്റിലും പിന്നെ കേക്കിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിലൊക്കെ കുനാഫ ഡോ അവൈലബിൾ ആണ്. അപ്പോൾ കുനാഫ ഡോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചിക്കനിലെ ഓരോ പീസും ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് റോള് ചെയ്തിട്ട് എടുക്കാം. ഇത് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം, ട്രൈ ചെയ്ത് നോക്കാത്തവർ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ റോള് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കനെല്ലാം കഴിക്കുന്നില്ലേ, അതേപോലെ ഏകദേശം അതേ ടേസ്റ്റെല്ലാം വരുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കേട്ടോ. ഇപ്പം ഞാൻ ഇതെല്ലാം ചെയ്ത് വെച്ചിന്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് ഡീപ് ഫ്രൈയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കടായിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. കാരണം നല്ല ചിക്കന് വെന്ത് കിട്ടണം. ആ ഒരു ടൈം ഇതിന് കൊടുക്കുക. അതിനുശേഷം ഒരു ഗോൾഡ് കളറായി കഴിഞ്ഞാൽ നമുക്കിതൊരു കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് കളർ ചേഞ്ച് ആകുന്ന നേരം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതാ അത്യാവശ്യം നല്ല കളറായിട്ട് വന്നിനി. ഇനി ഇത് കോരിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നമ്മൾ കുനാഫ ഡോ ഇതിലേക്ക് റോൾ ചെയ്യുമ്പോൾ അങ്ങ് ഒട്ടി നിൽക്കും കേട്ടോ. ഒട്ടി നിൽക്കാത്ത പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഒട്ടി നിൽക്കും. അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കെല്ലാം ഇങ്ങനത്തെ ഒരു വെറൈറ്റി സ്നാക്കെല്ലാം ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു കമൻറ്റെങ്കിലും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ കേട്ടില്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് കുറേ ടൈം ക്രിസ്പിനെസ് പോവാണ്ട് തന്നെ നിൽക്കും. ക്രിസ്പിനെസ് വേഗമൊന്നും പോവില്ല. അപ്പോൾ ഇനി അടുത്ത സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു അടികട്ടിയുള്ള പാന് അടുപ്പത്തേക്ക് വെച്ചിന്. ഇതിലേക്ക് 3 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പശു നെയ്യ് ചേർത്ത് കൊടുക്കുക, ഗീ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഈ കപ്പിലാണ് നമ്മൾ വെള്ളം അളന്നെടുത്തത്. അപ്പോൾ നമ്മൾ 3 കപ്പ് അളവിലാണ് വെള്ളം അളന്നെടുത്തത്. അതേ 3 കപ്പിൽ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം.
നമ്മൾ വെള്ളം എടുക്കുന്ന അതേ ക്വാണ്ടിറ്റിക്ക് മൈദ ചേർത്ത് കൊടുക്കുക. മൈദ എടുക്കുന്ന അതേ ക്വാണ്ടിറ്റിക്ക് വെള്ളം എടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ഈ 3 കപ്പ് അളവിൽ പൊടി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം മിക്സ് ആയിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നാലേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് കിട്ടും. ഈ ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല ചൂടിൽ തന്നെ ഇത് കുഴക്കാൻ നോക്കേണ്ട, കൈ പൊള്ളും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് തന്നെ കൈ കൊണ്ട് പ്രസ്സാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല ഇതായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ സാധാ മൈദ മാവ് പോലെയല്ല, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ഇത് പരത്തുമ്പോഴായാലും നന്നായിട്ട് സ്മൂത്തായിട്ട് അങ്ങനെ പരന്ന് കിട്ടും. അപ്പോൾ ഇത് മാവ് ഞാൻ കുഴച്ചെടുത്തിന്. ഇനി ഇത് ബോൾസ് ആക്കിയിട്ട് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ബോൾസ് ആക്കിയിട്ടെടുക്കുക. ഞാൻ ഇപ്പം ഒരു വലിയ ബോൾ എടുത്തിന്. ഈ ഒരു ബോളിന് ഞാൻ ഒരു ബോളിന് 4 സ്നാക്ക് ആക്കിയിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലേക്കൊരു 4 വലിയ സൈസുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിനെ. ഉള്ളി ചിക്കനൊക്കെ നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടത് ആ ഒരു അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന വരെ ഒന്ന് വാട്ടിയിട്ട് എടുക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നിറച്ചും തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മീറ്റ് മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. മസാലയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. ഈ മസാലയിൽ വൈറ്റ് സോസും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ വൈറ്റ് സോസ് ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്കൊരു 250-300 ഗ്രാം അളവിൽ ചിക്കൻ ഉണ്ടാവും. അത് ഫ്രൈ ചെയ്തതാണ്. ഫ്രൈ ചെയ്തത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന്. ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നല്ലേ, ഉപ്പും മഞ്ഞളും സാധാ ഫ്രൈ ചെയ്യുന്നത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്ത ചിക്കനാണ്. ചിക്കനെല്ലാം ഇതിൽ എത്രത്തോളം ഇടുന്ന അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഫില്ലിങ് തയ്യാറായി. ഇനി നമ്മൾ സ്നാക്ക് ഒന്ന് പരത്തിയിട്ടെടുക്കുക. ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് പരത്തിയിട്ടെടുക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ സാധാ മൈദൻ്റെ മാവ് പോലെയല്ല, വേഗം തന്നെ ഒന്ന് പരന്ന് കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ നല്ല പ്രസ്സാക്കിയിട്ട് പരത്താൻ നിൽക്കരുത്, ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് പരത്തിയിട്ടെടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു കള്ളി ടൈപ്പിലാണ് ഒന്ന് പരത്തിയിട്ടെടുക്കുന്നത്. ഇത് നല്ല നൈസായിട്ട് പരത്തരുത്, ചെറിയൊരു തിക്നെസ് വേണം ഇതിന്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഒരു നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് നമുക്ക് റോൾ ചെയ്തിട്ട് ഇനിയും ഒന്ന് പരത്തിയിട്ടെടുത്താൽ മതി സൈഡ് ഭാഗമെല്ലാം. അപ്പോൾ ഇതാ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല നേരെ ഇതാക്കിയിട്ട് പരത്തണ്ട. ഇനി ഈ ഒരു ഇത് ഞാൻ 4 ആക്കിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഒരു പരത്തലിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു പരത്തലിന് ഞാൻ 4 സ്നാക്കാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഇത് നമ്മൾ വാട്ടിയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാട്ടി. ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രയാങ്കിൾ ആയിട്ടോ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ റോള് പോലെയോ അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് മടക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ കള്ളിയായിട്ട് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് അങ്ങ് മടക്കി വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൈകൊണ്ടൊന്ന് പതിയെ പ്രസ്സാക്കിയാൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒട്ടി നിൽക്കൂ. ഈ മാവ് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാട്ടാ. അപ്പോൾ ഇതൊരു സ്നാക്ക് തയ്യാറായി. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയിട്ട് നമ്മളെ സ്നാക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഫില്ലിങ്സ് എല്ലാം നിങ്ങൾ പരത്തുന്ന ആ ഒരു ഏകദേശ വലുപ്പത്തിൽ നല്ല രീതിക്ക് തന്നെ വെച്ചുകൊടുക്കുക. ഫില്ലിങ്സ് നന്നായിട്ട് വെച്ചാലേ എല്ലാ സ്നാക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫില്ലിങ്സിലേക്ക് വൈറ്റ് സോസോ അല്ലെങ്കിൽ മയോണൈസോ കൂട്ടിയിട്ട് ഇട്ടിനെങ്കിലും നല്ല ടേസ്റ്റാണ്.
മയോണൈസ് ഇടുന്നെങ്കിൽ എഗ്ലെസ് ആയിട്ടുള്ള മയോണൈസ് പാല് വെച്ചിട്ടുള്ള മയോണൈസില്ലേ അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും കൂടി ബെറ്റർ. കാരണം മുട്ട വെച്ചിട്ടുള്ള മയോണൈസ് ചേർക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പം ഒന്ന് പിരിഞ്ഞു പോകുന്ന പോലെ നമുക്ക് തോന്നും. ഇനി ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ലൂസായിട്ട് വെച്ചതാണ്. പിന്നെ ബ്രെഡ് ക്രംസ് പൊടിക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ഞാൻ ഇട്ടണേ. ഫ്ലേവർ ഇഷ്ടമുള്ളവർ കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ബ്രെഡ് പൊടിക്കുമ്പോൾ. ഇഷ്ടമില്ലാത്തവർ ഒറിഗാനോൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട. ഇനി നമ്മൾ ഈ കോൺഫ്ലവർ മിക്സിലേക്കും എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ മുട്ടയിൽ കോട്ട് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ മൈദയും കോൺഫ്ലവറും വെച്ചിട്ട് കോട്ട് ചെയ്യുമ്പം നമ്മൾ ഓയിൽ അങ്ങനെ ഒരുപാട് കുടിക്കാത്ത പോലെ എനിക്ക് ഫീലായിനി. അതായത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനത്തെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പം ഓയിൽ വലുതായിട്ടൊന്നും വലിച്ചു കുടിക്കുന്നില്ല നമ്മൾ സ്നാക്ക്. അതേപോലെ എഗ്ഗില്ലാണ്ടും നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ഇങ്ങനത്തെ ലിക്വിഡ് ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുക്കാമല്ലോ. ഇനി നമ്മൾ ലിക്വിഡ് ബാറ്ററിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഓരോ സ്നാക്കും കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ സ്നാക്കെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തന്നെ. ഇത് നിങ്ങൾ അധികം ഉണ്ടാക്കിയിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ടും സൂക്ഷിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നൊന്നുമില്ല, നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന രീതിക്കാണ് ആക്കുന്നത്. ഇതിപ്പോൾ ഓയിൽ ഒന്ന് ചൂടായ ശേഷം സാധാ നോർമൽ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇതിന് അത്ര കുക്കിംഗ് ടൈം ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മാവ് ഓൾറെഡി കുക്കായതാണ്, പിന്നെ മസാലയല്ലേ, അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് കോരിയിട്ടൊരു പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാം. നമ്മൾ സ്നാക്കിൽ അധികവും ബാങ്കിൻ്റെ കുറച്ച് മുമ്പല്ലേ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കളർ ചേഞ്ച് ആയിട്ട് വന്നിന്. ഇനി നമുക്കിതെല്ലാം കോരിയിട്ടൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതേപോലെ കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.